ഇസ്രായേൽ US വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമാണ്. ഇറാന്റെ തിരിച്ചടി ഗൾഫ് മേഖലയിലുണ്ട്. തന്ത്രപ്രധാന മേഖലകളിൽ ഇറാൻ അറ്റാക്ക് നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അമേരിക്കയുടെ 2 കപ്പലുകൾ മുക്കി എന്ന അവകാശവാദമുണ്ട്. അമേരിക്ക അത് പൂർണ്ണമായും നിഷേധിച്ച പശ്ചാത്തലമുണ്ട്. യുദ്ധം തീർക്കാൻ 2 ആഴ്ചയെങ്കിലും വേണ്ടിവരും എന്ന് ട്രംപ് പറയുന്നു. സമാധാനത്തിന് വേണ്ടി ഇപ്പോഴും തയ്യാറാണെന്ന പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ചർച്ചയ്ക്ക് തയ്യാറെന്നുള്ള ഇറാനും പ്രഖ്യാപിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ചർച്ച എപ്പോൾ എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവായും UAE പ്രസിഡന്റുമായും സംസാരിച്ചു എന്ന വിവരമുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്ത്യയും ആരംഭിച്ചു എന്ന വിവരമുണ്ട്. പക്ഷേ അപ്പോഴും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കൊപ്പം പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്ന വിവരം കൂടിയുണ്ട്. ഏതായാലും യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ്. പല മേഖലകളിലും അറ്റാക്കുകൾ സംഭവിക്കുന്നുണ്ട്. ഇസ്രായേലിൽ കൃത്യമായ അറ്റാക്കുകൾ ഇറാൻ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. 10ഓളം മരണങ്ങൾ അവിടെയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യമുണ്ട്. ഏതായാലും കാര്യങ്ങൾ വഷളാണ്. സമാധാനത്തിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. പശ്ചിമേഷ്യയിൽ ആകാശയുദ്ധം രൂക്ഷം. ഖമേനിയുടെ വധത്തിനു പിന്നാലെ തിരിച്ചടി ശക്തമാക്കി ഇറാൻ. ബഹ്റിനിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചു. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിൽ 9 മരണം. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ നീട്ടി നെതന്യാഹു സർക്കാർ. ഇറാനെതിരെയുള്ള സൈനിക നടപടി നീളുമെന്ന് അമേരിക്ക. നടപടി 4 ആഴ്ച വരെ നീളുമെന്ന് ട്രംപ്. ഇറാനെതിരെ GCC കൗൺസിൽ. ആക്രമണം തുടർന്നാൽ പ്രത്യാഘാതം ഗുരുതരമാകും. ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് UAEയും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റ് അടച്ചു. കേരളത്തിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. യുദ്ധത്തിൽ ആശങ്ക അറിയിച്ച് ഇന്ത്യ. ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും UAE പ്രസിഡന്റിനെയും ഫോണിൽ വിളിച്ച് പ്രധാനമന്ത്രി. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് നെതന്യാഹുവിനോട് മോദി. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് പിന്തുണ. മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തി കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. DME സമരം അടിച്ചമർത്താൻ കൂട്ടുനിൽക്കുന്നതായി KGM-CTA. DME ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ സാധാരണക്കാർ. ആറ്റുകാൽ പൊങ്കാല നാളെ. തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് ഇന്ന് അവധി. സുരക്ഷയ്ക്ക് 5000-ഓളം പോലീസുകാർ. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധി. ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. പൊങ്കാലയ്ക്ക് മുൻപേ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം. ജലവിഭവ വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി BJP. കുടിവെള്ള പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപണം. ഖമേനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. മിസൈൽ ആക്രമണത്തിൽ ജെറുസലേമിൽ 9 പേർ മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിൽ ഈ മാസം 12 വരെ അടിയന്തരാവസ്ഥ നീട്ടിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലും ആക്രമണം തുടരുകയാണ്. ബഹ്റിനിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇറാനിലെ എംബസി UAE അടച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ മേഖല സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് അബുദാബി അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. UAEയും അബുദാബിയും സ്റ്റോക്ക് മാർക്കറ്റ് 2 ദിവസത്തേക്ക് അടച്ചു. അങ്ങനെ യുദ്ധത്തിൻ്റെ തീവ്രത അത് കാര്യമായി തന്നെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റ് പുതിയ പ്രസ്താവനയുമായി രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സൈനിക നടപടി നീളുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. 4 ആഴ്ച വരെ ഇത് നീണ്ടേക്കാം എന്ന് പറയുന്നു. ഇറാൻ വലിയ രാജ്യമാണെന്ന് സമയമെടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിലേക്ക് വരാം. ഇപ്പോൾ അജയ് സുധ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, അമേരിക്ക പിന്നോട്ടില്ല. സമാധാനമുണ്ടാകും, ചർച്ചയ്ക്കുള്ള വഴികളൊക്കെ തെളിയുമെന്നൊക്കെ ട്രംപ് പറയുമ്പോഴും അതെപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ
ട്രംപിന് വ്യക്തതയില്ല. കാരണം ഇത് നേരത്തെ നടക്കേണ്ട ചർച്ചകളായിരുന്നു, ഇനി അതിനുള്ള സമയമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്. പുതിയ ഭരണാധികാരി ഇതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങളൊക്കെ ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? യുദ്ധത്തിൻ്റെ തീവ്രത അതേപടി തന്നെ തുടരുകയാണോ? യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ലെബനനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പും കൂടി ഈ ആക്രമണത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലി ബേസ് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു. അവർ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയത് ഹൈഫ ബേസിലുള്ള ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയായിരുന്നു അവർ ആക്രമണം നടത്തിയത് എന്നാണ് ഈ ഹെസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഈ ആക്രമണത്തിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, നാശവും ഉണ്ടായിട്ടില്ല. ഈ ആക്രമണം അത് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തടയാനായിട്ട് ഇസ്രായേലിന് സാധിച്ചു. ഇവർ അയച്ച മിസൈലുകൾ വെടിവെച്ചിട്ടു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ലെബനനിൽ ഈ ഹെസ്ബുള്ളക്കെതിരെ തങ്ങൾ ആക്രമണം കടുപ്പിക്കും, ഇവരെ ഇസ്രായേലിനൊരു ഭീഷണിയാകാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഒരു ഹൈ ഫോഴ്സോട് കൂടി അവരെ ആക്രമിക്കും എന്നതാണ് ഇസ്രായേൽ ആർമിയുടെ സ്റ്റേറ്റ്മെന്റ്. അതിനായിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ലെബനനിൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വളരെ ശക്തമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്ക അവരുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ആയുധമായി അവർ എടുത്തു പറഞ്ഞിരുന്ന B-20 സ്റ്റെൽത്ത് ബോംബറുകൾ അത് ഈ യുദ്ധത്തിൽ എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഇതിപ്പോൾ പ്രയോഗിച്ചത് ഇറാനിലുള്ള അണ്ടർഗ്രൗണ്ടിലെ മിസൈൽ ഫെസിലിറ്റികൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് US ഇത്തരമൊരു നടപടി സ്വീകരിച്ചത്. ഇതിലവർ സക്സീഡായി എന്ന് തന്നെയാണ് US വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 3 അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അജയ് തുടരുക. ഇപ്പോൾ ട്രംപ് അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്. യുദ്ധം നീളുമെന്നാണ് ട്രംപ് പറഞ്ഞത്. 4 ആഴ്ചയോളം നീണ്ടു നിന്നേക്കാം എന്നും ട്രംപ് പറയുന്ന പശ്ചാത്തലമുണ്ട്. അത് നിർണായകമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ, ആ ട്രംപിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. Combat operations continue at this time in full force, and they will continue until all of our objectives are achieved. We have very strong objectives. They could have done something 2 weeks ago, but they just couldn't get there. വളരെ വ്യക്തമാണ് ട്രംപിന്റെ വാക്കുകൾ, അജയ്. കാരണം തിരിച്ചടി തുടരും, ആക്രമണം തുടരും. നേരത്തെ പറഞ്ഞതുപോലെ അവർ വലിയൊരു ദൗത്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം, ഇറാന്റെ ഭരണകൂടത്തെ അടക്കം കൊലപ്പെടുത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെ കൃത്യമായി തന്നെ പ്രിസിഷൻ അറ്റാക്കിലൂടെ അവർ യോഗം കൂടിയ സ്ഥലത്ത് അവിടെ എത്തുകയും ഒരു ഇറാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കി അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ മൊത്തം വധിക്കുകയും മറ്റും ചെയ്തു. ആക്രമണം തുടരും. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ടെഹ്റാനിൽ മാത്രമല്ല മറ്റു മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ മധ്യമേഖലയിലുള്ള ഇറാൻ മാത്രമല്ല, ഇപ്പോൾ വടക്ക് പടിഞ്ഞാറൻ മേഖല, അതുപോലെ തന്നെ തെക്കൻ മേഖല, അങ്ങനെ എല്ലായിടത്തും ഇപ്പോൾ US ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. US പുറമെ ഇസ്രായേലും ആക്രമണം നിലവിൽ കടുപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിൽ നിരന്തരം സ്ഫോടന ശബ്ദങ്ങളും മറ്റും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല മിസൈലുകളും അവിടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വന്ന് പതിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്നലെ ഇസ്രായേൽ വ്യക്തമാക്കിയത് ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ആ വാക്ക് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാർട്ട് ഓഫ് ടെഹ്റാനിലെ അറ്റാക്ക് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ US വ്യക്തമാക്കിയ ഒരു കാര്യം, ഇതുവരെ ഇറാനകത്തുള്ള 1000 ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ സാധിച്ചു. 1000 ലക്ഷ്യസ്ഥാനത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ആക്രമണമാണ് US നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. ഇതിൽ പലതരം നാശനഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെഹ്റാനിലുള്ള ഗാന്ധി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ, പിന്നെ നാഷണൽ റേഡിയോയുടെ കെട്ടിടം, പിന്നെ ടെലിവിഷൻ ആസ്ഥാനം തുടങ്ങി വിവിധ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഈ ആക്രമണം നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയി മാത്രമല്ല, അവരുടെ ഉന്നത തലത്തിലുള്ള 40 പ്രധാന നേതാക്കളെ ഇതിനോടകം തന്നെ വധിക്കാൻ US സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും കൊന്നുകൊണ്ടാണ് US-ന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. അതിനിടെ ഈ ഇറാന് തൊട്ടടുത്ത് കിടക്കുന്ന ഇപ്പോൾ US-ന്റെ കപ്പലുകളെയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സൈനിക ബേസുകളുമാണ് പ്രധാനമായിട്ടും ഇറാൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് നേരിട്ട് ആക്രമണം നടത്താൻ പറ്റുന്നത് ഇസ്രായേലിലേക്കാണ്. അപ്പോൾ ഇസ്രായേലിലേക്ക് ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണം അത് ഒന്ന് കടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണം അവിടെയുള്ള ചില നഗരങ്ങളിലെങ്കിലും ചെറിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. പല മിസൈലുകളും അവർ തങ്ങളുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ വെടിവെച്ച് ഇട്ടു, അത് ന്യൂട്രലൈസ് ചെയ്തു. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ചില പ്രശ്നങ്ങൾ ഇസ്രായേലിന് പറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ടെല്ലവീവ്, അതുപോലെ ഹൈഫ, അതുപോലെ ബെയ്റ്റ് ഷമേഷ് തുടങ്ങി വിവിധ നഗരങ്ങളിൽ ആക്രമണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 9 മരണങ്ങളാണ് നിലവിൽ നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നത് ഇസ്രായേലിൽ നിന്ന്. കഴിഞ്ഞ ദിവസം 1 മരണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഈ ആക്രമണം കൂടുതൽ കടുത്ത പശ്ചാത്തലത്തിൽ നിലവിൽ 9 മരണം ഇസ്രായേലിലുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്, അത് സ്ഥിരീകരിക്കാനാകുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിലേക്ക് ഒരു മിസൈൽ വർഷം അത് ഇപ്പോൾ കൂടുതൽ കടുത്തിട്ടുണ്ട്. കൂടുതൽ മിസൈലുകൾ ഉൾപ്പെടെ കുവൈറ്റ് മേഖലയിൽ കുവൈറ്റിലുള്ള US ബേസുകളെ കേന്ദ്രീകരിച്ച് ഇറാൻ തൊടുത്തുവിട്ടു എന്നാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അജയ്. കാരണം അമേരിക്കയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇറാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല. ഇസ്രായേലിൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. 9-10 മരണം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ ഗൾഫ് മേഖലകളിൽ UAE മേഖലകളിൽ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള UAE കൗൺസിലൊക്കെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് തീരുമാനമെടുത്തത് ഇതിനെ കൂട്ടായി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. ഇനിയും ഗൾഫ് മേഖലയിലേക്ക് അറ്റാക്ക് തുടർന്നാൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകും. ഒപ്പം ഒരുപാട് പ്രതിസന്ധികൾ ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടും. ദുബായ് പോലെ ഏറ്റവും സേഫാണ് എന്ന് പറയപ്പെടുന്ന രാജ്യം പോലും, അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ ആക്രമണ ഭീതിയിലാണ്. ചില്ലറ പ്രതിസന്ധി അല്ല ആ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. അത് വീണ്ടും തുടരുമെന്ന് തന്നെയാണോ ഇപ്പോൾ ഇറാൻ പറയുന്നത്? തീർച്ചയായിട്ടും ഈ US ബേസുകളുടെ നാശം കാണാതെ തങ്ങൾ അടങ്ങില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് തീർച്ചയായിട്ടും ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ അവരുടെ റിസർവ്ഡ് ഫോഴ്സിലുള്ള കൂടുതൽ സൈനികരെ ഈ IRGCയുടെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇറാനെ സംബന്ധിച്ച് നമുക്കറിയാം, അവർ ഈ നിർബന്ധിത സൈനിക അഭ്യാസം അത് നടപ്പിലാക്കിയ ഒരു രാജ്യമാണ്. ഇതനുസരിച്ച് അവരുടെ IRGCയിലുള്ളത് മൊത്തം അംഗങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ 8 ലക്ഷം അംഗങ്ങൾ IRGCയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ 2 ലക്ഷം സൈനികരാണ് നിലവിൽ ഈ യുദ്ധരംഗത്തുള്ളതെങ്കിലും മറ്റ് 6 ലക്ഷം ആളുകളെ അവർക്ക് ഏത് സമയം വേണമെങ്കിലും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സേനയിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു ഓപ്പറേഷനാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തെ തുടർന്ന് രാഷ്ട്രീയ മേഖലയിൽ അവർ പലതരം പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന IRGCയുടെ കാര്യത്തിൽ അതൊരു ഭീഷണി തന്നെ. അത് US-നും ഇസ്രായേലിനും അത് വലിയൊരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് ഒരു പാമ്പിനോട് ആണ് IRGCയെ ഉപമിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം US-ന് ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു IRGCയുടെ ആസ്ഥാനം തകർക്കാനായത്. ആസ്ഥാനം തകർത്ത് നിരവധി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ കൃത്യമായൊരു സംവിധാനത്തിലൂടെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന IRGC അത് അവിടുത്തെ ഭരണം കൈയാളുന്ന നേതാക്കളെക്കാൾ മുന്നിൽ നിന്ന് ഈ യുദ്ധം നയിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് അവിടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയിട്ടും പല പ്രമുഖ ഉദ്യോഗസ്ഥരെ, അവരുടെ പ്രതിരോധ മന്ത്രി, അതുപോലെ IRGCയുടെ കമാൻഡർ, അതുപോലെ മുൻ ചീഫ് കമാൻഡർ, അതുപോലെ സെക്യൂരിറ്റി ഇൻചാർജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ട് പല ആളുകളെ കൊന്നിട്ടും ഇവർ ഇപ്പോഴും പ്രവർത്തനം തുടരുന്നത് ഇവരുടെ ഈ ഒരു ഘടന കൊണ്ട് തന്നെയാണ്. അതുമാത്രമല്ല പലതരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ഈ ഒരു നിർബന്ധിത മതവിദ്യാഭ്യാസം, ഈ ഒരു മതത്തിലൂടെയുള്ള ഇതിൻ്റെ ഒരു മൊത്തം വ്യാഖ്യാനം, ഇതെല്ലാം അവരെ കൂടുതൽ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ആയിട്ട് ഒരു സഹായകരമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഇസ്രായേലിലടക്കം ഈ ആക്രമണം കൂടുതൽ കടുക്കുന്ന പശ്ചാത്തലമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുവൈറ്റിൽ ഇപ്പോൾ നിരവധി മിസൈലുകൾ വെടിവെച്ചിട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ സൗദിയിൽ അടക്കം ഇപ്പോൾ നിരവധി മിസൈലുകൾ പോയിട്ടുണ്ട്. GCC രാജ്യങ്ങളുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ട്, GCC കൗൺസിൽ. അപ്പോൾ ഈ GCC
GCC കൗൺസിൽ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ സംയമനം പാലിക്കണം, ചർച്ചകളിലേക്ക് കടക്കണം, ഇല്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം തന്നെ, ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് GCC കൗൺസിൽ വ്യക്തമാക്കിയ ഒരു കാര്യം. ഒമാനിൽ ആക്രമണം നടത്താതെ ഈ ഇറാൻ മാറി നിന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒമാനിലും ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ ഒമാൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണം എന്നതാണ് ഒമാൻ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഹോർമുസ് കടലിടുക്കിന്റെ കാര്യം. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഒരു ചരക്ക് ഗതാഗതം അത് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വളരെ മന്ദഗതിയിലായിരുന്നു. പല ഷിപ്പിംഗ് കമ്പനികളും അതുവഴിയുള്ള ഗതാഗത നീക്കം അത് പൂർണ്ണമായി നിരോധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇറാൻ ഇതുവഴി കപ്പലോടാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ്. ഇതിന്റെ മുന്നറിയിപ്പായി അവർ കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇതുവഴിയുള്ള ഈ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര തലത്തിൽ കൂടുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏഷ്യ മാർക്കറ്റിൽ അത് 7% കൂടി $78.25 ബില്യൺ പെർ ബാരൽ എന്നുള്ള നിരക്കിലെത്തിയിട്ടുണ്ട്. അതുപോലെ US ട്രേഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ നിരക്കിൽ 7.3% കൂടി $71.93 പെർ ബാരൽ എന്നുള്ള ഒരു നിരക്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണ വില ഇപ്പോൾ നിലവിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതോടുകൂടി കൂടുതൽ കമ്പനികൾ ഇതുവഴി ഗതാഗതം തുടരാൻ മടിക്കും. ഇതുവഴിയുള്ള എണ്ണ ഇറക്കുമതി അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ലോകത്ത് തന്നെ വലിയൊരു എണ്ണ വിപണന മാർക്കറ്റാണ് ഈ ഗൾഫ് മേഖല എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഓയിൽ ട്രേഡിൻ്റെ 25% നിയന്ത്രിക്കുന്നത് ഇതുവഴിയാണ്. ഇവിടം പൂർണ്ണമായിട്ട് അടയുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും കടുത്ത പ്രതിസന്ധി തന്നെയാണ്. ഇന്ത്യയുടെ കാര്യം ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലുള്ള ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെലഫോണിൽ വിളിച്ച് സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ UAE പ്രസിഡന്റിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, ഈ ഒരു സാഹചര്യങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ ഒരു ആശങ്ക അത് തീർച്ചയായിട്ടും ഇന്ത്യ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഇപ്പോൾ ഇസ്രായേലിലാണെങ്കിലും സംഘർഷം രൂക്ഷമായിട്ടുള്ള ഇറാനിലാണെങ്കിലും നിരവധി ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവരെ യഥാസമയം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളും തുടങ്ങേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ മാസമെല്ലാം ഇറാനിൽ ഒരു റെസ്ക്യൂ മിഷൻ ഇന്ത്യ നടത്തിയിരുന്നു. അതിൽ നിരവധി മെഡിക്കൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഏതാണ്ട് 10,000-ഓളം ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ ഇവരെ ഉൾപ്പെടെ തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലുമുള്ള പ്രവാസികൾ പറയുന്നത് അവർക്ക് ഇപ്പോൾ എംബസിയുടെ ഭാഗമായിട്ടുള്ള ഒരു അലേർട്ട് മെസ്സേജ് ഇതിനോടകം തന്നെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യക്കാർ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ കൂടുതൽ മുന്നറിയിപ്പുകൾ കർശനമാക്കി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നീക്കമെന്ന് പറയുന്നത്. തീർച്ചയായും ഇറാന്റെ തിരിച്ചടിയിൽ ഗൾഫിൽ 4 മരണം സംഭവിച്ചു എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പല സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള ആക്രമണം ഇപ്പോഴും ഇറാൻ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേലിൽ 8 പേർ എന്നുള്ള 10 എന്ന കണക്കിലേക്ക് വന്നിട്ടുണ്ട്. UAE-യിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സിറിയയിൽ 4 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ അറ്റാക്ക് തങ്ങളുടെ പല പൗരന്മാരും താമസിക്കുന്ന സ്ഥലങ്ങളെയും ബാധിക്കുന്നുണ്ട്. പല ഹോട്ടലുകളിലും വിദേശ രാജ്യങ്ങളിലും മറ്റും താമസിക്കുന്ന പല ഞങ്ങളുടെ പൗരന്മാരെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കിയിരിക്കാനാവില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നു കാര്യമായി. പ്രധാനമായും ഇറാൻ ഇന്നലെ മുതൽ തന്നെ അറ്റാക്കിലൂടെ ശ്രമിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ കാര്യമായി തന്നെയുള്ള ആക്രമണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതിലവർ വിജയിക്കുകയും ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളെ ആകെ അസ്വസ്ഥമാക്കാൻ ഇറാന് സാധിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഇറാൻ്റെ ആക്രമണം പ്രധാനമായി ഉണ്ട്. അതിൽ GCC രാജ്യങ്ങൾ, ഗൾഫ് സഹകരണ കൗൺസിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണങ്ങൾക്കെതിരെ ഒരുമിച്ച് നീങ്ങാൻ തന്നെയാണ്. സൽമാൻ തുറമുഖം എന്നത് തന്ത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. അതിൻ്റെ തന്ത്രപ്രധാനമായ സമുദ്ര കേന്ദ്രം, അതിനടുത്ത് അമേരിക്കയുടെ എയർ ബേസ്, ഈ നേവൽ ബേസ് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ വലിയ തീപിടുത്തമുണ്ടായതായി അവിടുത്തെ സർക്കാർ വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സമയത്താണ് ഇറാനിലെ US എംബസിയും UAE അടച്ചുപൂട്ടുന്നത്. ഇറാനിലെ എംബസി UAE അടച്ചുപൂട്ടുന്ന പശ്ചാത്തലമുണ്ടായത്. സിവിൽ ഡിഫൻസ് സംഘങ്ങളൊക്കെ ഈ സൽമാൻ തുറമുഖത്ത് കൂടുതൽ ജാഗ്രതയോടെ കാവൽ നിൽക്കുകയാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകും
എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടിയുണ്ട്. മറ്റൊരു വിഷയം അജയ്, ഈ പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങളാണ്. ഇന്നലെ US-ന്റെ എംബസി പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന വലിയ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. അവിടെ വലിയ തോതിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. ജനക്കൂട്ടം ഒന്നാകെ എത്തി നശിപ്പിച്ച് തിരിച്ചു പോകുന്നു. അവിടെ വെടിവെപ്പ് ഉണ്ടാകുന്നു. തുടർന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ആക്രമണ സംഭവങ്ങൾ പാകിസ്ഥാനിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വേണമോ മനസ്സിലാക്കാൻ? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണത്തിന് സാധ്യമായിട്ടുണ്ടോ? പല സ്ഥലങ്ങളിലും ഈ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇന്നലെ ഒരു വലിയ സംഘർഷമുണ്ടായ കറാച്ചിയിൽ, അതുപോലെ ഇസ്ലാമാബാദിൽ, അതുപോലെ ഗിൽജിത് ബാലിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളിലും നിലവിൽ പാകിസ്ഥാനിൽ ഈ ആക്രമണം തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കറാച്ചിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിൽ അതിൽ 30-ലധികം പേർക്കാണ് വെടിയേൽക്കുന്ന അവസ്ഥയുണ്ടായത്. പലരും ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തന്നെയാണ്. അവിടുത്തെ മരണസംഖ്യ നിലവിൽ 22 ആയിട്ടുണ്ടെന്നാണ് ദ ഗാർഡിയൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കറാച്ചിയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള വെടിവയ്പിൽ 10 പേരും, അതുപോലെ തന്നെ ഗിൽജിത് ബാലിസ്ഥാനിൽ മറ്റൊരു 10 ആളുകളും, 2 പേർ ഇസ്ലാമാബാദിലുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അവിടെ ഉൾപ്പെടെ ഈ ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധം പല ഭാഗങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കനത്ത ജാഗ്രത തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാനിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഇപ്പോൾ മറ്റൊരു യുദ്ധമുഖം കൂടി ഈ പുതിയ സംഘർഷത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ലെബനനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി ഉള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ലെബനനിലേക്കുള്ള ഇസ്രായേൽ ആക്രമണം അത് കൂടുതൽ കടുപ്പിച്ചതോടെ ലെബനീസ് പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ പ്രവൃത്തിയെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നവാസ് സൽമ അദ്ദേഹം പറഞ്ഞത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഇത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലെബനനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് ഹിസ്ബുള്ള നടത്തുന്നതെന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം. അപ്പോൾ ഇത്തരത്തിൽ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പ് കൂടി യുദ്ധത്തിൽ പങ്കാളിയായതോടുകൂടി അതൊരു മറ്റൊരു പ്രദേശത്ത് കൂടി യുദ്ധത്തിൻ്റെ ഒരു ഭീതി അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാഖിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചില US ബേസുകൾക്ക് നേരെ നേരിയ തോതിലുള്ള അറ്റാക്കൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അവർ പൂർണ്ണമായിട്ടുള്ള ഒരു തോതിൽ ഈ സംഘർഷത്തിലേക്ക് കടന്നു വന്നില്ല. അത് തീർച്ചയായിട്ടും ആശ്വാസജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവർ കൂടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഈ സംഘർഷം അത് കൂടുതൽ ഒരു കടുത്ത മറ്റൊരു തലത്തിലേക്കൊക്കെ ഉൾപ്പെടെ പോയേനെ. അതുപോലെ തന്നെ പല തുറമുഖങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആക്രമണം ശക്തമായിട്ടുണ്ട്. ഇറാഖിലുള്ള ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള ഈ US ബേസ് ആയിട്ടുള്ള വിക്ടോറിയ ബേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ നിരവധി ഫെസിലിറ്റീസിൽ ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ തകർത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇറാഖിലെ ബാഗ്ദാദിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനാണ് ആക്രമണം നടത്തിയത്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ സിറിയയിലെ ഡമാസ്കസിലും ഇപ്പോൾ ആക്രമണം കടുത്തതായിട്ടാണ് സന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിൽ ഇറാനാണ് ആക്രമണം നടത്തിയത്. അവിടുത്തെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു അച്ഛനും അതുപോലെ 2 പെൺമക്കൾക്കുമാണ് പരിക്കേറ്റതെന്നാണ് ഈ സന ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുൾപ്പെടെ ഇപ്പോൾ US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അവരുടെ ഒരു ഒഫീഷ്യൽസിന് നേരെ നടക്കുന്ന ആക്രമണം ഈ ഗൾഫ് മേഖലയിലുള്ള സാധാരണക്കാർക്ക് നേരെയും അവിടെയുള്ള ഒരു ജനവാസ മേഖലകൾക്ക് നേരെയും നീളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച ഈ സൽമാൻ തുറമുഖത്തുള്ള ആക്രമണം അത് തീർച്ചയായിട്ടും ഒരു കടുത്ത ആക്രമണം തന്നെയായിരുന്നു. ഒരാളുടെ മരണമാണ് ഈ ആക്രമണത്തിൽ സ്ഥിരീകരിച്ചത്. അത് ഒരു ഏഷ്യൻ തൊഴിലാളിയുടെ മരണമായിരുന്നു. അതുപോലെ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു കാര്യവും കൂടി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. എന്തായാലും കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പല ഒരു എയർലൈൻ സംവിധാനങ്ങളും അവരുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയത് കാരണം ഇവിടെയുള്ള യാത്രക്കാരും വലിയ പ്രതിസന്ധിയിൽ തന്നെ ആയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മറ്റ് നാടുകളിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നവർക്കും തിരിച്ച് അങ്ങോട്ട് തൊഴിൽ കാര്യങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ പോകാൻ നിൽക്കുന്നവർക്കും എല്ലാം ഇത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം കൂടി നിലച്ചതോടുകൂടി ഇത് വലിയൊരു പൂർണ്ണമായിട്ട് ഒരു ഗതാഗത സ്തംഭനം ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അതും കൂടി ഇവിടെ ഈ യുദ്ധത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് സാഹചര്യം. ഏതായാലും യുദ്ധത്തിന് ശമനമില്ല.
സമാധാന ശ്രമങ്ങൾ ഒരു തലത്തിൽ ആഹ്വാനമുണ്ട് എങ്കിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ നരേന്ദ്രമോദി സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. GCC തലവന്മാരുമായി സംസാരിച്ചു, നെതന്യാഹുമായി സംസാരിച്ചു, സമാധാന ശ്രമങ്ങൾ തുടരണം എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അതിനൊന്നും കൃത്യമായ മറുപടിയില്ല. മറുവശത്ത് ഇറാൻ്റെ പുതിയ ഭരണാധികാരി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. ട്രംപ് പറയുന്നു ചർച്ചകൾക്ക് ഞങ്ങളും തയ്യാറാണ്, പക്ഷേ അതിനുള്ള സമയം ഇപ്പോഴല്ല. ഞങ്ങൾ തുടങ്ങിയ ദൗത്യം അത് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി ചർച്ചകളിലേക്ക് പോവുക. നിങ്ങൾക്കെതിരെ മുൻപ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമായിരുന്നു എന്ന് പറയുന്നു. ട്രംപിൻ്റെ സ്വഭാവം വെച്ചിട്ട് ഇതിൻ്റെ ഒരു അവസാനം കാണുന്നതുവരെ ചർച്ചകൾക്കുള്ള ലക്ഷണമുണ്ടാകുന്ന സാഹചര്യമില്ല. നെതന്യാഹുവും കടുപ്പിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നേരത്തെ അജയൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികളടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന ഗൾഫ് മേഖലകളെയാണ്. അവിടെ വല്ലാത്ത ആശങ്കയും പ്രതിസന്ധിയുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അത് വല്ലാത്ത തരത്തിൽ വല്ലാത്ത നിലയിൽ അത് ആ മേഖലകളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ദുബായ് ഒക്കെ വല്ലാത്ത ആശങ്കയിൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. റമദാൻ കാലമാണ്. ഇഫ്താർ വിരുന്നുകളുമായും ഒക്കെ ബന്ധപ്പെട്ട് സമാധാനപരമായി ജനങ്ങൾ ആഘോഷിക്കുകയും കൂട്ടായ്മകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നൊരു സമയത്താണ് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് അവരുടെ സ്വൈര ജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അവർ ഇനിയും ഇത്തരം ആക്രമണ സംഭവങ്ങൾ ഉണ്ടായാൽ ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അതൊന്നും ഉണ്ടാകില്ല എന്ന് ഭരണാധികാരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ആളുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി. അത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിച്ചാൽ ആ രാജ്യങ്ങൾക്ക് നോക്കി നിൽക്കാൻ സാധിക്കില്ല. അവരും തിരിച്ച് ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന തലത്തിലേക്ക് മാറിയാൽ അത് ലോകക്രമത്തിൽ വലിയ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്നാണ് ഈ വ്യോമയാന മേഖലയുടെ പ്രതിസന്ധി. ഇന്ത്യയിൽ നിന്നടക്കം ഏതാണ്ട് എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ഉള്ള വിമാനങ്ങൾ റദ്ദാക്കുന്നു. അത് ചില്ലറ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. വിമാന കമ്പനികൾക്ക് മാത്രമല്ല, ഈ പല മേഖലകളിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ജോലിക്കായി പോയി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഞെട്ടൽ അയത്തുള്ള അലി ഖൊമേനി അടക്കം 148 നേതാക്കളെയാണ് ഇന്നലെ ആക്രമണത്തിൽ വധിച്ചത്. അവിടുത്തെ പ്രതിരോധ മന്ത്രി അടക്കം കൊല്ലപ്പെട്ടു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അത് ആ ഞെട്ടൽ ആ രാജ്യത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രത്യാക്രമണം തുടരുന്നുണ്ട്. കാര്യങ്ങൾ ഏകോപിപ്പിച്ച് വരാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും അമേരിക്കയും ഇസ്രായേലും കടുംപിടുത്തത്തിലാണ്. സഖ്യരാഷ്ട്രങ്ങളായ ജർമ്മനിയും UK-യും ഫ്രാൻസും അടക്കം ഇവർക്കൊപ്പം ആക്രമണത്തിൽ പങ്കുചേരും എന്ന വ്യക്തത കൂടി വരുത്തിയ പശ്ചാത്തലത്തിൽ യുദ്ധം രൂക്ഷമാകാനാണ് സാധ്യത. പക്ഷേ ഇറാൻ്റെ അവസ്ഥ എത്രത്തോളം അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. അത് ഒരു പരിധിവരെ അവർക്ക് മിസൈൽ ശേഖരമുണ്ട്, ബാലിസ്റ്റിക് മിസൈൽ അടക്കമുണ്ട്. അതൊക്കെ പ്രയോഗിച്ച് തീരും വരെയുള്ള പ്രതിരോധം സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഒരുപാട് ആയുധശേഷിയുള്ള ഒരു രാജ്യമല്ല ഇറാൻ. വലിയ രാജ്യമാണ് എങ്കിൽ പോലും വർഷങ്ങളായുള്ള സാമ്പത്തിക സാങ്ഷൻസ്, അതായത് ഉപരോധങ്ങൾ അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. എണ്ണ കയറ്റുമതി പോലും വർഷങ്ങളായി കാര്യമായി ഇല്ലാത്ത ഒരു രാജ്യമാണ്. റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ മാത്രമാണ് എണ്ണ അവരിൽ നിന്ന് വാങ്ങുന്നത്. ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെല്ലാം അവരെ നിരോധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം, അവരിൽ ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലം അവരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക ശേഷിയിൽ അത്ര മുൻപിലുള്ള രാജ്യമല്ല ഇറാൻ. പക്ഷേ അത് ഇറാന് സധൈര്യം അവർ നേരിടുന്നു. അമേരിക്കൻ ആക്രമണത്തെ അവർ പ്രതിരോധിക്കുന്നു എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ് താനും. ഏതായാലും കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. നിലവിലെ സംഭവങ്ങൾ അദ്ദേഹം ആശങ്ക അറിയിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. എത്രയും വേഗം സംഘർഷം തീർക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നു. UAE പ്രസിഡന്റുമായും മോദി ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യക്കാരോടുള്ള കരുതലിന് UAE പ്രസിഡന്റിന് മോദി നന്ദി അറിയിച്ചു. പരമാധികാരം സംരക്ഷിക്കാനുള്ള UAEയുടെ നീക്കങ്ങൾക്ക് പിന്തുണ അറിയിച്ചുവെന്നും UAE പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ കൂടെ നിൽക്കുന്നതിന് നന്ദിയെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗം മേഖലയിലെ സ്ഥിതി വിശദമായി വിലയിരുത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ട്. അജയ് തുടരുകയാണ്. അജയ്, ഇന്ത്യക്ക് ഈ മേഖലയിൽ ഇടപെട്ടേ സാധിക്കൂ. കാരണം നമ്മുടെ എത്രയോ ലക്ഷം ആളുകൾ അവിടെ, മലയാളികളടക്കം എത്രയോ ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ സുരക്ഷിതത്വം പ്രധാനമാണ്. ഒരു ഘട്ടത്തിൽ ഇന്നലെയൊക്കെ ഒരു ഇവാക്യുവേഷനുമായി ബന്ധപ്പെട്ടും ചില നീക്കങ്ങൾ, സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളും തേടുന്നുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. പക്ഷേ അത്രത്തോളം സങ്കീർണമല്ല. നമ്മൾ അവിടുത്തെ മലയാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ അത്ര ഭീതിജനകമൊന്നുമല്ല സാഹചര്യങ്ങൾ. മിസൈലുകളൊക്കെ കാണാം. മിസൈലുകൾ അങ്ങോട്ടേക്ക് പല സ്ഥലങ്ങളിലും പതിക്കുന്നുണ്ട്. പക്ഷേ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ സുരക്ഷിതരാണ്. ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാനല്ലേ സാധ്യത?
തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്തരമൊരു ജനവാസ മേഖലകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യാവസായിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഇറാൻ വലിയ രീതിയിൽ ആക്രമണം കടുപ്പിച്ചിട്ടില്ല. ഇവരുടെ ലക്ഷ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ സൈനിക താവളങ്ങൾ, അതുപോലെ ചില തുറമുഖങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും അവർ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ വ്യാവസായിക മേഖലകളിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് നമ്മളെടുത്ത് പറയണം. കഴിഞ്ഞ ദിവസം പാം ഐലൻഡിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ മറ്റ് മേഖലകളിൽ നടന്ന ആക്രമണങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ആക്രമണങ്ങൾ നിലവിൽ അത്രയധികം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മാത്രമല്ല ഇന്ത്യൻ എംബസി അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. തുടർച്ചയായി എല്ലാവർക്കും മെസ്സേജുകൾ പോകുന്നുണ്ട്. അവിടെയുള്ള തദ്ദേശീയ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും മെസ്സേജുകൾ പോകുന്നുണ്ട്. എന്തെങ്കിലും അടിയന്തര അവസ്ഥയുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും അവരോട് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ മറ്റ് വ്യാവസായിക മേഖലയിൽ താമസിക്കുന്ന മലയാളികൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ ജനലുകൾക്ക് സമീപം കിടക്കുന്നത്, രാത്രി സമയത്ത് ഇവിടെ ഈ ജനലുകൾക്ക് സമീപം കിടക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി സമയത്താണ് ഇത്തരമൊരു മിസൈൽ ആക്രമണം അതെല്ലാം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസമെല്ലാം നമ്മൾ നിരവധി മലയാളികൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം പങ്കുവച്ച ചില വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഇതെല്ലാം രാത്രി സമയത്ത് ആകാശത്തുള്ള ഒരു മിസൈൽ വർഷം, ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ പലരും എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ഈ കൂടുതൽ മിസൈലുകളും ഈ ഗൾഫ് മേഖലയിൽ പ്രവേശിക്കുന്നത് അതത് രാജ്യങ്ങൾ തന്നെ നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. UAE-യിലൊക്കെ 137 മിസൈലുകളും 209 ഡ്രോണുകളുമാണ് UAE-യിൽ മാത്രം പോയത്. അപ്പോൾ അതെല്ലാം അവർ നിർവീര്യമാക്കിയിരുന്നു. എന്നാൽ ചിലതാണ് ഇപ്പോൾ ഈ മാറി മറ്റ് ജനവാസ മേഖലകളിലൊക്കെ വന്ന് പതിച്ച് പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പോൾ ടെഹ്റാനിൽ വീണ്ടും ഈ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ടെഹ്റാനിൽ പലയിടത്തും സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള വിവരമാണുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല സർക്കാർ കേന്ദ്രങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും ആശുപത്രികളും ഉൾപ്പെടെ ടെഹ്റാനിൽ നശിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഇന്നലെ മുതൽ മേഖലയിലുണ്ട്. ജനങ്ങൾ ഒട്ടാകെ മുഴുവനായി ഈ നഗരം വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ തദ്ദേശീയ സർക്കാരും അതുതന്നെയാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ ടെഹ്റാൻ നഗരം ഒഴിയണം എന്നാണ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അല്ലാതെ അവരുടെ ആശങ്ക ഒഴിക്കാനുള്ള നടപടികളൊന്നും ഇറാൻ സ്വീകരിക്കുന്നില്ല എന്നൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇവരെ ഇവിടെ നിന്ന് പരമാവധി ഒഴിപ്പിക്കാനുള്ള നടപടികൾ അങ്ങനെ അവരും സ്വീകരിച്ചു വരികയാണ്. മാത്രമല്ല പല സ്ഥലങ്ങളിലും മരണസംഖ്യ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിഷമിപ്പിക്കുന്ന കാര്യം കൂടിയുണ്ട്. ഈ പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മിനാബ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എലമെൻ്ററി സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണമുണ്ട്. അവിടുത്തെ ആക്രമണത്തിൽ ഇപ്പോൾ മരണസംഖ്യ വീണ്ടും ഉയർന്നു. കഴിഞ്ഞ ദിവസം 148 മരണമാണ് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ അത് 180 മരണമായിട്ട് ഉയർന്നിട്ടുണ്ട്. പെൺകുട്ടികളുടെ എലമെൻ്ററി സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണം അതൊക്കെ കടുത്ത രീതിയിൽ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ച ഒരു കാര്യമാണ്. ഇത് തെക്കൻ ഇറാനിലാണ് ഈ ഒരു സ്കൂൾ അടക്കമുള്ള ഈ മിനാബ് മേഖല സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വടക്കൻ മേഖലയിലാണ് സംഘർഷം അതിരൂക്ഷമായിട്ടുള്ളത്. പക്ഷേ തെക്കൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒറ്റപ്പെട്ട ഈ ആക്രമണത്തിലാണ് ഈ സ്കൂൾ തകരുന്ന ഒരു പശ്ചാത്തലം അത് ഇറാനിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ ലെബനൻ ഗ്രൂപ്പിൻ്റെ ഈ ആക്രമണം അത് എത്ര നാൾ തുടരും, അവർ വീണ്ടും ഒരു പ്രകോപനത്തിന് തയ്യാറെടുക്കുകയാണോ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരിച്ച് ഇസ്രായേൽ ലെബനനിൽ ആക്രമണം നടത്തി. അവിടെ ഹിസ്ബുള്ളയുടെ ചില കേന്ദ്രങ്ങളിലടക്കമാണ് ആക്രമണം നടത്തിയത്. അതിലെ നാശനഷ്ടങ്ങളൊന്നും നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇസ്രായേൽ ആക്രമണത്തോടെ അവർ അടങ്ങുമോ, അല്ലെങ്കിൽ മറ്റൊരു ആക്രമണം ഇവിടെ നടത്താനായി അവർ പദ്ധതി ഇടുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. നിലവിൽ ഹെസ്ബുള്ള ഗ്രൂപ്പ് ഈ ആക്രമണത്തിൻ്റെ കാരണമായി പറഞ്ഞിട്ടുള്ളത് ആയത്തുള്ള അലി ഖമനയുടെ മരണമോ അല്ലെങ്കിൽ ഈ ഇറാൻ്റെ നിലവിലെ പ്രകോപനങ്ങളോ അമേരിക്കയുടെ വാദങ്ങളോ ഒന്നും തന്നെയല്ല. അവർ തുടർച്ചയായി ഈ ലെബനനെതിരെയും ഹെസ്ബുള്ളക്കെതിരെയും തുടർച്ചയായ അഗ്രഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഗ്രഷൻസിനുള്ള മറുപടിയായിട്ടായിരുന്നു തങ്ങളുടെ ആക്രമണം എന്നതാണ് ഹെസ്ബുള്ള നൽകിയിട്ടുള്ള. ഏതായാലും ഹെസ്ബുള്ളയും ആക്രമണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഇസ്രായേലിനെ അവർ ആക്രമിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അജയ് സുധാ ബിജുവാണ് വിശദമായ റിപ്പോർട്ടുകൾ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്കറിയാം വിമാനത്താവളങ്ങളിലും വലിയ പ്രതിസന്ധിയുണ്ട്. ഗൾഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന നിരവധി ആളുകൾക്ക് വിമാനങ്ങൾ റദ്ദാക്കിയത് ചില്ലറ പ്രശ്നമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിവരങ്ങളിലേക്ക് മറ്റും പോകണം. നമുക്കൊരു ഇടവേള വളരെ പെട്ടെന്ന്.
ലോകം അങ്ങേയറ്റം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സൈനിക നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടിയും കൂടിയായപ്പോൾ ലോകം ഇതുവരെ കാണാത്തത്ര ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നീക്കം ഇറാന്റെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെ ലക്ഷ്യമാക്കി നടത്തിയ ഈ സൈനിക നീക്കത്തിന് ലയൺസ് റോർ അഥവാ സിംഹത്തിന്റെ ഗർജനം എന്നാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്ന പേര്. മുൻപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇസ്രയേൽ പ്രതിരോധ സേന നൽകിയിരുന്ന പേരുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ടാണ് ഈ പേര് തെരഞ്ഞെടുത്തത് എന്നത് തന്നെ ഇതിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. അതേസമയം ഈ സംയുക്ത സൈനിക നീക്കത്തെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. ഇറാന്റെ നാവികസേനയെയും മിസൈൽ നിർമ്മാണശാലകളെയും പാടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധവിമാനങ്ങൾ ടെഹ്റാൻ ലക്ഷ്യമാക്കി പറന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ മുച്ചൂടും നശിപ്പിക്കുമെന്നും മിസൈൽ വ്യവസായത്തെ തറപറ്റിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ ഭരണകൂടത്തെ പുറത്താക്കാനുള്ള സുവർണ അവസരമാണിതെന്ന് അദ്ദേഹം ഇറാനിയൻ ജനതയെ ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ തിരിച്ചടി ആരംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിന് നേരെ വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പ്രവാഹം തന്നെ ഇറാൻ അയച്ചു. ഇസ്രായേലിലെ പല നഗരങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാനും സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തെങ്കിലും വടക്കൻ ഇസ്രായേലിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തങ്ങൾ വിക്ഷേപിച്ച മിസൈലുകൾ ലക്ഷ്യം കണ്ടുവെന്ന് അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ പ്രതിരോധം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ തുടർന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വരെ തകർക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്. സൈനികമായ ആക്രമണത്തിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു ഭരണ മാറ്റമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ പുറത്താക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രവാസി ഇറാനികൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇറാന്റെ മുൻ രാജാവായിരുന്ന ഷായുടെ മകൻ റസ പഹ്ലവി ഈ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഇറാന്റെ വിജയം അരികിലാണെന്നും തന്റെ ജനതയോടൊപ്പം ചേർന്ന് രാജ്യം കെട്ടിപ്പടുക്കാൻ താൻ ഉടൻ തിരിച്ചെത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വാഷിംഗ്ടണിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പഹ്ലവിയുടെ വാക്കുകൾ ഇറാനിലെ ഇറാൻ അമേരിക്ക സംഘർഷം നമ്മുടെ വ്യോമഗതാഗതത്തെയും ചില്ലറയൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 3 സർവീസുകൾ മാത്രമാണ് ഇന്നുണ്ടാവുക എന്നുള്ളതാണ്. 8:10-നും 2:25-നും ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 11:30-ക്ക് ജിദ്ദയിലേക്ക് സൗദി എയർലൈൻസിൻ്റെ മറ്റൊരു സർവീസ് കൂടി ഇപ്പോൾ ഉണ്ട് എന്നാണ്. ബാക്കി വിമാന സർവീസുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും റദ്ദാക്കിയ പശ്ചാത്തലം ഏറെ ഗൗരവതരമായ ഒന്നാണ്. ഡാനി ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. ഡാനി, ഇന്നും വ്യോമഗതാഗതം സാധാരണ നിലയിലാകുന്ന ലക്ഷണമില്ല അല്ലേ? കാര്യമായി തന്നെ പ്രതിസന്ധികളുണ്ട്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇപ്പോഴും വ്യോമഗതാഗതം അത് പൂർവ്വസ്ഥിതിയിലാകുന്നതിന് പൂർണ്ണസജ്ജമാകുന്നത് എപ്പോഴാണ് എന്നാണ് എന്നൊന്നും ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഗൾഫ് മേഖലയിൽ, വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ചും തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ഇപ്പോൾ മലയാളികളെ തന്നെ ഉൾപ്പെടുന്ന വലിയൊരു പ്രവാസി സമൂഹത്തെ തന്നെയാണ്. പലർക്കും അവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്തതും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയാത്തതുമായ അവസ്ഥ എല്ലാം തന്നെ ഈ തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 23 സർവീസുകളാണ് വിവിധ വിമാന കമ്പനികളുടേതായിട്ട് ഗൾഫ് മേഖലയിലേക്ക് ഉണ്ടായിരുന്ന സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നത്. പലരും അവിടെ തുടർന്ന് പ്രതീക്ഷയോടെ പുറപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ചിലരെല്ലാം തന്നെ എത്തിയിരുന്നു. കാരണം ഇതിൽ സർവീസുകൾ ഉണ്ടാകുമെന്ന് റീഷെഡ്യൂളിംഗ് സംബന്ധമായ ചില അറിയിപ്പുകളും വന്നതിനെ തുടർന്നാണ്. പക്ഷേ നമുക്കറിയാം സാഹചര്യങ്ങൾ വളരെ കലുഷിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഏതായാലും ഇന്ന് 3 സർവീസുകൾ, അത് പ്രധാനമായും
ഈ ഒമാൻ കേന്ദ്രീകരിച്ചുള്ളതാണ്, മസ്കറ്റ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കാരണം അവിടേക്ക് താരതമ്യേന അവിടേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയും മസ്കറ്റ് കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഇതിൽ 3 സർവീസുകളാണ് ഉള്ളത്. ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നത് ഇന്നലെ രാത്രിയും അത് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:10-നും 2:25-നും ഒമാൻ എയർവേസിൻ്റെ സർവീസുണ്ട്. അതോടൊപ്പം തന്നെ സൗദി എയർലൈൻസിൻ്റെ 11:30-ന് ജിദ്ദയിലേക്കുള്ളൊരു സർവീസ് കൂടി നിലവിൽ ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് അത് ഒരുപക്ഷെ പിന്നീട് ക്യാൻസൽ ആവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. വൈകുന്നേരങ്ങളിലുള്ള അതായത് രാത്രിയോടടുക്കുമ്പോഴുള്ള സർവീസാണ് എത്തിഹാദിൻ്റേതും അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെ ദുബായിലേക്കും എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയുള്ള ഒരു അറിയിപ്പാണ് അത്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൽ ഒരു അന്തിമമായ രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു, സാരമായി ബാധിച്ചിരിക്കുന്നു. പ്രവാസ ലോകത്തെ തന്നെ വലിയ രീതിയിലേക്ക് ബാധിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമ്പോഴെല്ലാം തന്നെ കാണുന്നത്. അവിടെ ജോലിക്ക് എപ്പോഴേക്ക് എത്താനായിട്ട് സാധിക്കുമെന്നറിയാതെ വളരെ അനിശ്ചിതത്വത്തിൽ തുടരുന്ന അനവധി പേരെയാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തുടർച്ചയിലെന്നോണം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എപ്പോഴാണ് ജോലി സ്ഥലത്തേക്ക് മടങ്ങാൻ കഴിയുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ കാത്തിരിക്കുന്ന ആളുകൾ, നിരവധിയായ കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇതെല്ലാം തന്നെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് അത് നീങ്ങുന്നു എന്നത് തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ ദിവസങ്ങളിലുമുള്ളത്. രഞ്ജിത്താണ്. ഏതായാലും വലിയ പ്രതിസന്ധി വ്യോമയാന മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തിക റിസൾട്ട്. ഒരുപാട് പേർ, മലയാളികളടക്കം നിരവധി ആളുകൾ, നമുക്കറിയാം ഗൾഫിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത്തരത്തിൽ അത് സാധിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അത് ഗൗരവതരം തന്നെയാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നും മനസ്സിലാകുന്നു. പക്ഷേ യുദ്ധത്തിൻ്റെ ഒരു കാഠിന്യം അത് അത്തരത്തിൽ സംഭവിക്കാതെ, അത് കുറയാതെ ഒരു തരത്തിലും ഈ വ്യോമയാന രംഗമെന്നും കാര്യമായി പഴയ പോലെ എത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ്റെ മിസൈൽ ശേഖരണ കേന്ദ്രങ്ങൾക്കും ലോഞ്ചറുകൾക്കുമെതിരായ പ്രതിരോധ ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അഭ്യർത്ഥന രാജ്യം അംഗീകരിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഗൗരവതരമാണ്. മേഖലയിലുടനീളം ഇറാൻ മിസൈലുകൾ തൊടുക്കുന്നത് തടയുക എന്ന പരിമിതമായ പ്രതിരോധ ലക്ഷ്യത്തോടെ US-ന് താവളങ്ങൾ ഉപയോഗിക്കാം എന്ന ബ്രിട്ടൻ എക്സ് സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ഏതായാലും സംയുക്ത വ്യോമാക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇനിയുള്ള ആക്രമണങ്ങളിൽ പങ്കുചേരില്ല എന്നും ബ്രിട്ടൻ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പല ഹോട്ടലുകളിലും മറ്റും ബ്രിട്ടീഷ് പൗരന്മാർ താമസിക്കുന്ന ഹോട്ടലുകളിലും വിമാനത്താവളങ്ങളിലും ഇറാൻ്റെ പ്രത്യാക്രമണങ്ങളുടെ ഭാഗമായുള്ള മിസൈലുകൾ പതിച്ചു. അത് പ്രതിഷേധത്തിൽ ഇടയാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിലുണ്ട് ബ്രിട്ടീഷ് വിമാനങ്ങൾ, അത് അത്തരത്തിൽ തുടരും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ലോകരാജ്യങ്ങൾ പലതും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന പശ്ചാത്തലം കൂടി പ്രധാനമാണ്. ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചു നൽകും എന്നുള്ള സൂചനകൾ പറയുന്നു. അതിന് തൊട്ടുപിന്നാലെയാണ് ബ്രിട്ടനും ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. കാത്തിരുന്ന് കാണണം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഏതായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. ബ്രിട്ടൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ പ്രതിരോധം എവിടെ വരെ, ഇറാൻ്റെ ആക്രമണോത്സുകത എവിടെ വരെ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് സംഭവിക്കുക. അജയ്, ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ വല്ലാത്ത തോതിലുള്ള ആശങ്കയും മറ്റും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, UAE-യിലെയും മറ്റും പ്രശ്നങ്ങൾ, ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും കാര്യമായി അവരെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾക്കിടയിലൂടെയാണ് വീണ്ടും യുദ്ധം തുടരും എന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനം വരുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 ആഴ്ചയോളം ചിലപ്പോൾ ഈ യുദ്ധം തുടർന്നേക്കാം എന്നുള്ള ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പ്, അത് തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ 2 ദിവസം തന്നെ വളരെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും വ്യാപകമായിട്ടുള്ള ഒരു ആൾനാശവും ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് 4 ആഴ്ച നീണ്ടാൽ ഇനി ഗൾഫ് മേഖലയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് പ്രവചനാതീതം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഈ ബെയ്ററ്റിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലെബനന്റെ തലസ്ഥാനമാണ് ബെയ്റൂട്ട്. അപ്പോൾ അവിടെ ഈ അപ്രതീക്ഷിതമായുള്ള ഈ ഹെസ്ബുള്ളയുടെ ഇസ്രായേലിലോട്ടുള്ള ആക്രമണം, ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം, ഇതെല്ലാം കാരണം ഈ ബെയ്റൂട്ടിലുള്ള ജനങ്ങൾ വളരെ ആശങ്കാജനകരായി അവിടെ നിന്ന് നഗരം വിട്ട് പുറത്തേക്ക് പോകാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വളരെ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉൾപ്പെടെ അവിടെ നഗരത്തിന് ചുറ്റുമുള്ള മേഖലകളിൽ രൂപപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് ഹെസ്ബുള്ളയുടെ ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മുതിർന്ന അവരുടെ ആർമി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ സംഘർഷം അത് മറ്റൊരു ഫ്രണ്ടിൽ തുറക്കാതിരിക്കാനുള്ള കൂടുതൽ ഒരു മുന്നൊരുക്കങ്ങൾ, ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനെ കാണാൻ സാധിക്കും. പക്ഷേ അത് തന്നെയാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അതായത് ഈ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തി ഇപ്പോൾ പൊളിറ്റിക്കലായി ഇറാനെ തകർത്തതുപോലെ ഈ ഒരു ഹെസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൂടി മറ്റൊരു മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അവരെ ഒന്ന് തളർത്താൻ തന്നെയാണ് ഇസ്രായേൽ നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെബനിലുള്ള ആക്രമണവും ഇവരുടെ പ്രത്യാക്രമണവും അതെല്ലാമാണ്. ഈ ലെബനന്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കടുത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഈ മേഖലയിലും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 7 രാജ്യങ്ങൾ സംയുക്തമായി ഇറാന്റെ ഈ പുതിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് US, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് സംയുക്തമായിട്ടുള്ള ഒരു പ്രസ്താവന പുറത്തുവിട്ടത്. അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഇറാൻ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്നു. ഇത് കൂടുതൽ സംഘർഷങ്ങൾ വ്യാപിക്കാനേ സഹായകരമാകുള്ളൂ. ഇത് ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്ന സ്ട്രൈക്കുകളല്ല എന്നാണ് ഈ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ കടുത്ത രീതിയിൽ തന്നെ മേഖലയിൽ ഈ ഗൾഫ് രാജ്യങ്ങളും അതുപോലെ തന്നെ US-ഉം ഇപ്പോൾ ഏതാണ്ട് ഒരു ചേരിയിൽ വരുന്നു എന്നതുകൂടിയാണ് ഈ ഒരു സംയുക്ത പ്രസ്താവന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളും ഒപ്പം US-ഉം ആണ് ഈ സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുള്ളത്. ഇസ്രായേൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല ഈ സംയുക്ത പ്രസ്താവനയുടെ. ഇസ്രായേൽ എന്നാലും പുറത്തു നിന്നുള്ളൊരു പിന്തുണ ഇസ്രായേലിന് ഇതിന് ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇറാൻ ഏറ്റവും വലിയ ഒരു അക്കിടി പറ്റിയതും അവിടെ തന്നെയാണ്. അതായത് ഈ US ബേസുകളെ കേന്ദ്രീകരിച്ച് ഈ ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക്രമണമായി US ബേസുകളെ ലക്ഷ്യമിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങളും തങ്ങൾക്ക് പിന്തുണ നൽകും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒമാനിൽ ആക്രമണം നടത്തിയിട്ടും ഒമാൻ സ്വീകരിക്കുന്ന ഒരു ന്യൂട്രൽ സ്റ്റാൻഡുണ്ട്. അതുപോലൊരു സ്റ്റാൻഡ് മറ്റ് ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കും എന്നായിരുന്നു ഇറാൻ പ്രധാനമായിട്ടും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനെതിരെ തിരിയുന്ന ഒരവസ്ഥയാണുള്ളത്. ഇപ്പോൾ US-ഉം ഇവർക്ക് പിന്തുണയുമായി ഒപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കടുത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ലെബനന്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചു എന്നാണ്. അതായത് ഈ ഹെസ്ബുള്ള ആക്രമണത്തിന് എതിരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഈ ലെബനന്റെ തെക്ക് ഭാഗത്തുള്ള 3 നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഹാരിസ്, അതുപോലെ തന്നെ നബറ്റിഹെ, അതുപോലെ അൽ ഫവാക്ക തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ആക്രമണം നടന്നത് എന്നാണ് നിലവിൽ അറിയുന്നത്. ഈ മെഫ്ഡൌൺ എന്ന് പറയുന്ന നഗരത്തിലും നിലവിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ബെയ്റൂട്ട് എന്ന് പറയുന്ന തലസ്ഥാനത്തിൽ മാത്രമല്ല മറ്റ് തെക്കൻ ഭാഗത്തുള്ള നഗരങ്ങളിലും ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഈ ഹെസ്ബുള്ള റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്ത് ആക്രമണം നടത്തിയതിൻ്റെ ഒരു പ്രത്യാക്രമണമായിട്ടാണ് ഇസ്രായേൽ നിലവിൽ സംഘർഷം നടത്തുന്നത്. ഹൈഫയിലുള്ള ഒരു മിലിറ്ററി ബേസിലേക്കാണ് നേരത്തെ ഹെസ്ബുള്ള ആക്രമണം നടത്തിയത്. അതിൻ്റെ ഒരു പ്രത്യാക്രമണം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കൂടുതൽ ഈ മേഖലയെ കേന്ദ്രീകരിച്ച് ഇവർ ഇനി അങ്ങോട്ട് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രത്യാക്രമണമായിട്ട് ഹെസ്ബുള്ള കൂടി തിരിയുകയാണെങ്കിൽ ഈ യുദ്ധമുഖത്ത് മറ്റൊരു ഫ്രണ്ട് കൂടി തുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതാണ് സാഹചര്യം. ഹിസ്ബുള്ളയുടെ ആക്രമണവും പ്രധാനമാണ്. ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടെ പാകിസ്ഥാനിൽ ഇറാൻ അനുകൂല പ്രതിഷേധ പ്രകടനത്തിന് നേരെ ആക്രമണമുണ്ടായി എന്ന വിവരമുണ്ട്. 7 പേർ കൊല്ലപ്പെട്ടു. കറാച്ചിയിൽ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിവെപ്പിൽ 10 പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിർണായകമായ ഒന്നാണ്. അത് പാകിസ്ഥാനിൽ തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ നമുക്ക്
നമുക്കറിയാം ഷിയ വിഭാഗത്തിൻ്റെ നേതാവാണ് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖുമൈനി. 10-20 കോടിയോളം ഷിയ വിഭാഗക്കാർ ലോകത്ത് ഉടനീളമുണ്ട്. അവരിൽ വലിയൊരു പങ്ക് പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമാണ്. ഇന്നലെ അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ സമയം മുതൽ തന്നെ അവിടെ വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ഇതിനിടയിലാണ് അവർ പാകിസ്ഥാനിലെ US-ൻ്റെ എംബസി ആക്രമിച്ചത്. ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയും തകർക്കുകയും മറ്റും ചെയ്തു. അതിന് നേരെ സുരക്ഷാ സേനയും മറ്റും വെടിയുതിർത്തു. അതിലാണ് ഇന്നലെ 10 പേർ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് 7 പേർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ സംഘർഷഭരിതമാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഏറെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകമെമ്പാടും സംഭവിക്കുന്നു അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അജയ് തുടരുന്നുണ്ട്. അജയ്, പാകിസ്ഥാനിലും ഈ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കുന്നില്ല എന്നാണല്ലേ? അതെ, അവിടെ കടുത്ത രീതിയിലുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇപ്പോഴുള്ളത്. 200-ലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 22 മരണമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പലരും വെടിയേറ്റ് ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ടും അവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇന്നലെ ആദ്യം കറാച്ചിയിലുള്ള ഒരു ആക്രമണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നീട് ഇത് ഇസ്ലാമാബാദിലും അതുപോലെ തന്നെ ഗിൽജിത് ബാലിസ്ഥാൻ തുടങ്ങിയിട്ട് പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയായിരുന്നു. ഇസ്ലാമാബാദിൽ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കറാച്ചിയിൽ എന്നാൽ 10 പേരാണ് മരിച്ചത്. ഗിൽജിത് ബാലിസ്ഥാനിലും 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലർക്കും ഇപ്പോൾ കറാച്ചിയിൽ ഇതിനോടകം തന്നെ പല ആളുകളും ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ ആദ്യം തന്നെ ഈ ഷിയ ഗ്രൂപ്പുകളുടെ പ്രതിഷേധം ഇന്നലെ പുലർച്ചെ തന്നെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്തു. ഇത് കാരണം റോഡുകൾ അടച്ച് ശക്തമായ സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തി ഇത് തടയാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും ഇത് കൈവിട്ടു പോവുകയായിരുന്നു. പിന്നീട് ഈ സംഘർഷം അത് കൂടുതൽ വ്യാപിച്ച് അകത്തേക്ക് ആക്രമണകാരികൾ കടന്നു കയറുകയും ഈ അവിടെ ചില്ലുകൾ തകർക്കുകയും ഇതിനകത്ത് തീയിടുകയുമായിരുന്നു. അങ്ങനെയാണ് ഈ പോലീസ് സേനയ്ക്ക് ഇവർക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ 10 പേർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്തായാലും ഒരു കടുത്ത രീതിയിൽ തന്നെ അവിടെ ഇപ്പോഴും ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെടാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ലെബനൻ്റെ തെക്കൻ ഭാഗത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നും അവിടെ ഗ്രാമവാസികളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇസ്രായേൽ ആർമിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. സദേൺ മേഖലയിലുള്ള ലെബനീസ് വില്ലേജുകളും അതുപോലെ തന്നെ ഒരു ടൗണും ഉൾപ്പെടെയാണ് ഇപ്പോൾ നിലവിൽ ഒഴിപ്പിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മേഖലയിൽ ഇപ്പോൾ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അതായത് 410 വിമാനങ്ങൾ ഇപ്പോൾ റദ്ദ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മൊത്തം ഫെബ്രുവരി 28 മുതലുള്ള കണക്കാണത്. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള കണക്കാണത്. ഈ 410 വിമാനങ്ങൾ ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഫെബ്രുവരി 28 മുതൽ നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാർച്ച് 1-ന് 350 വിമാനങ്ങളും അതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി 300 വിമാനങ്ങളും റദ്ദാക്കി എന്നതാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു ആവറേജ് കണക്കെന്ന് പറയുന്നത്. ഇതുപോലെ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. പല ലൊക്കേഷൻസും ഇപ്പോൾ അഫക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ യൂറോപ്പ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായിട്ട് കഴിഞ്ഞ ദിവസം പല വിമാന കമ്പനികളും അറിയിച്ചിരുന്നു. അതായത് ഈ മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. യൂറോപ്പിലെ ഇപ്പോൾ ലണ്ടൻ, അതുപോലെ തന്നെ സ്യൂറിച്ച്, ഫ്രാങ്ക്ഫർട്ട്, അതുപോലെ അങ്ങനെ മിലാൻ, വിയന്ന തുടങ്ങി പല സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും നിലവിൽ റദ്ദ് ചെയ്ത കൂട്ടത്തിലുണ്ട്. പല വിമാന കമ്പനികളും അങ്ങനെ നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഈ സംഘർഷം ഒന്ന് അയഞ്ഞതിന് ശേഷം ഇവിടങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കാം എന്നതാണ് അവരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാഖിലുള്ള US എംബസിക്ക് നേരെയും കടുത്ത പ്രതിഷേധമുണ്ട്. അവിടെ ഈ പ്രതിഷേധക്കാരും അതുപോലെ ഇറാഖിലെ സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷവും ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിൽ മാത്രമല്ല ഇറാഖിലും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ US എംബസികൾക്കും ഈ നയതന്ത്ര ഓഫീസുകൾക്കും നേരെ തുടരുകയാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് അറിയാൻ സാധിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവിടെ US എംബസിക്ക് നേരെ മാത്രമല്ല UN ആസ്ഥാനത്തിന് നേരെയും പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇതുപോലെ ഈ ഇസ്രായേലിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്. ഈ ഹെസ്ബുള്ളയുടെ നിയന്ത്രണം
നിയന്ത്രണത്തിലുള്ള പല ലെബനീസ് നഗരങ്ങളിലും അതുപോലെ തന്നെ പല ഗ്രാമങ്ങളിലും ഇവിടങ്ങളിലേക്ക് ഉൾപ്പെടെ ആളുകളെ ഒഴിഞ്ഞു പോകാൻ പറയുമ്പോൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ആക്രമണം മാത്രമല്ല, കൂടുതൽ മേഖലകളിലേക്ക് ഈ സംഘർഷം അത് ഇസ്രായേൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതാണ് സാഹചര്യം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലും നാശനഷ്ടമുണ്ടാകുന്നു, പാകിസ്ഥാനിൽ സംഘർഷമുണ്ടാകുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ബോംബാക്രമണം, മിസൈൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്തെമ്പാടും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ആക്രമണങ്ങൾ, ഈ യുദ്ധങ്ങൾ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് മറ്റ് ചില വാർത്തകൾ കൂടി ഒന്ന് നോക്കി പോകണം. അതിലൊന്ന് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്, തുടരുകയാണ്. അത് അടിച്ചമർത്താൻ DME കൂട്ടുനിൽക്കുന്നുവെന്ന് ആരോപിച്ച് ഇന്ന് DME ഓഫീസിലേക്ക് KGM-CTA മാർച്ച് നടത്തും എന്നുള്ള വിവരം കൂടിയുണ്ട്. സമരത്തിൻ്റെ ഭാഗമായി OP ബഹിഷ്കരണവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളുടെ ബഹിഷ്കരണവും തുടരുകയാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അടക്കം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർമാർ സമരം തുടരുന്നത്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. ചടങ്ങുകൾക്കായി ആറ്റുകാൽ ക്ഷേത്രവും തിരുവനന്തപുരം നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പൊങ്കാല ഡ്യൂട്ടിക്ക് എത്തുന്ന പോലീസുകാർക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചത്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട 5000-ഓളം പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പൊങ്കാല ദിനമായ നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപേ തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളക്ഷാമം. പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ജലവിഭവ വകുപ്പ് മന്ത്രിക്കെതിരെയാണ് പ്രതിഷേധം. കുടിവെള്ള പ്രശ്നം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നത് ആണോ എന്ന സംശയമുണ്ടെന്ന് BJP നേതാവ് സുരേഷ് ആരോപിച്ചു. 600 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയതാണ്, അത് അട്ടിമറിച്ചതാണ് ബുദ്ധിമുട്ടിന് കാരണമെന്ന് സുരേഷ് പറഞ്ഞു. മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസ്. 2022 ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറിയെന്നാണ് യുവതിയുടെ പരാതി. എറണാകുളം സൗത്ത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. ഡാനി, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നത് ഇത് 2022 നടന്ന ഒരു സംഭവമാണ്. യുവതി പരാതി നൽകുന്നത് എപ്പോഴാണ്. എറണാകുളം സൗത്ത് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസിന് അടിസ്ഥാനമായ കാര്യം ഇതാണ്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഫ്ലാറ്റിൽ, ഈ നടിയുടെ ഫ്ലാറ്റിൽ അതിക്രമിച്ച് കയറി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പെരുമാറി എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പരാതി ഇത്രനാൾ നൽകിയിരുന്നില്ല. എപ്പോഴാണ് പരാതി നൽകിയിരിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത വകുപ്പുകൾ പ്രകാരം 74, 75 വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസിലെ തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെന്നാണ് എറണാകുളം സൗത്ത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയിക്കുന്നത്. ഇതിൽ നടിയുടെ മൊഴി, വിശദമായി തന്നെ നടിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിൽ ആവശ്യമെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതോടൊപ്പം തന്നെയാണ് ചിദംബരത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചു വരുത്തും, ചോദ്യം ചെയ്യുമെന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക. ഏതായാലും പരാതി ലഭിച്ചുവെന്നും അതിൽ FIR ഇട്ടുവെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ 74, 75 വകുപ്പുകൾ പ്രകാരമാണ് ഈ അതിക്രമത്തിനെല്ലാം തന്നെയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് നീങ്ങണമെങ്കിൽ നടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തണം. അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നത് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പോലീസ് അവിടെ സ്ഥലത്തെത്തിയായിരിക്കും മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. എന്തുകൊണ്ട് പരാതി വൈകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടി വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നതാണ്, പ്രാഥമികമായി നൽകിയിട്ടുണ്ട് പരാതിയിൽ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടി പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങണമെങ്കിൽ മൊഴിയെടുക്കണം. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്കും ചിദംബരത്തെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോലീസ് നീങ്ങുക. രഞ്ജിത്ത, ശരി. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും.